ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പശുവിൻ നെയ്യ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പാല് വാങ്ങിക്കും. എന്നിട്ട് ആ പാല് ചൂടാക്കി ചെറിയ തീയിൽ ചൂടാക്കി നമ്മൾ തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ ചായ എടുക്കേണ്ട സമയത്ത് ഈ പാലിൻ്റെ പാട ഇങ്ങനെ കോരിയെടുക്കും നമ്മൾ, എന്നിട്ട് പാത്രത്തിലാക്കി. അപ്പോൾ ഇങ്ങനെ കുറേ നാൾ കൂടി എടുത്തു വെച്ച പാടയാണ് നമ്മൾ ഇതിന് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചൂടാക്കിയതിന് ശേഷം ഈ പാല് തണിഞ്ഞ് നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പാലിന് എടുത്തു വെച്ച പാട ഉണ്ടല്ലോ, അത് 2 പാത്രത്തിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഐസ് കെട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ കൂടിയിട്ട് കിട്ടിയ സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലെവലാക്കി എടുക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ 2 പാത്രത്തിലും കൂടെ ഇതാ ഇത്രയും കിട്ടി കേട്ടോ. നമുക്കതിന് ഇതും തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി നമുക്കിത് ചൂടാവട്ടെ. ശരിക്കും ഒരു 1/2-3/4 മണിക്കൂറോളം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ ചൂടായി വരുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് നമ്മുടെ ദേഹത്താവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ കുറേ നമുക്ക് ചെയ്യാനുണ്ടല്ലോ, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത്, തിളക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് കുറച്ച് തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തം പുറത്തേക്ക് മറിഞ്ഞു പോകും. അപ്പോൾ ഇതുവരെ ഇനി കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് പൊങ്ങി വരും. അപ്പോൾ നമ്മളിത് പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ തിളച്ച് വരുന്നതിനനുസരിച്ച് കണ്ട പൊങ്ങി വരുന്നില്ലേ, പൊങ്ങി വരുമ്പോൾ നമുക്ക് കുറച്ച് തീ കുറച്ച് കൊടുക്കണേ. അപ്പോൾ തീ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തം നമുക്ക് പുറത്തേക്ക് മറിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇളക്കുക. ഇത് നമുക്ക് ആവശ്യത്തിന് തീ കൂട്ടുകയും കുറയ്ക്കുകയും വേണേ, അല്ലാതെ നമ്മൾ കുറച്ച് വളരെ തീ കുറഞ്ഞാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് തീ കൂട്ടാം, പിന്നീട് അത് പൊങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കുറക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന് ഒരുപാട് പ്രയത്നിച്ച ഒരാളുണ്ട്, എൻ്റെ ഭാര്യ. അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം കൊടുക്കേണ്ടത്. രാവിലെ ചായ ഉണ്ടാക്കുന്നതിന് മുന്നേ പാലിൻ്റെ പാടയെല്ലാം എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ കൊണ്ടുവന്ന് ഇത്രയും നാൾ ഇതിനെ ചെയ്തു വെച്ച്. പക്ഷേ അത് അവൾ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. എന്നോട് പറഞ്ഞ് നിങ്ങളുണ്ടാക്കിയോ, ഞാൻ ക്യാമറയ്ക്ക് മുന്നിലൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇതുണ്ടോ, ഇതുപോലെ പൊട്ടി ഇങ്ങനെ വരും. അപ്പോൾ അന്നേരമാണ് നമ്മൾ ദേഹത്താതെ ശ്രദ്ധിക്കേണ്ടത്. തീ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ തിളക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും. അപ്പോൾ നല്ലപോലെ തെറിക്കൽ തുടങ്ങി കേട്ടോ. അതാ ഇവിടെ എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് റെഡിയായി വരുന്നതെന്നുള്ള ഒരു സൂചന തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആയി വരുന്നുണ്ട്. ഇതാ ഇത്രയും നമ്മൾ കുറുകി വന്നേ. അപ്പോൾ അതാ നെയ്യ് വരുന്നുണ്ടോ, പൊട്ടി വരുന്നുണ്ട് നെയ്യ്. ഇപ്പോൾ കുറച്ചും കൂടി ശരിയായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പശു നെയ്യ് കിട്ടും. ഇതാ നല്ലപോലെ നെയ്യായി വരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാ നമുക്കിതാ നല്ല ശുദ്ധമായ പശു നെയ്യ് ആയി വരുന്നുണ്ടോ. അപ്പോൾ ബടിയും നെയ്യും പൊട്ടക്കറിയെല്ലാം തീർന്നു കേട്ടോ. ഇപ്പം ഇനി കുഴപ്പമില്ല. അതാ പൊട്ടിത്തെറിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ എണ്ണ ആയി വരുത്താണ്. അപ്പോൾ അതുവരെ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പശു നെയ്യ് ആയി വന്നിതാ ഇത്രയും എണ്ണ ആയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നുണ്ടല്ലോ, ശരിക്കും ഒരു നല്ലൊരു കാപ്പി കളർ ആവുന്നത് വരെ നമ്മളിത് ചെയ്യണം. അതതിൻ്റെ കണക്ക്. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്താ നല്ല സ്മെല്ല്. നമുക്ക് പശു നെയ്യിൻ്റെ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു സ്മെല്ല് കിട്ടുന്നില്ല. ആ പഴയ സ്മെല്ലുണ്ടല്ലോ, അതിങ്ങനെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആയി വന്നതാ ഒരു അല്പം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പശു നെയ്യാകാം. അപ്പോൾ എന്താ അപ്പോൾ നമ്മളെ ഇതായി കേട്ടോ, എണ്ണയായി. നമ്മളിത് ഓഫാക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ എണ്ണ ആകി വന്ന് ഇതാണ്. ഇനി നമ്മൾ ഇതൊരു ബോട്ടിലേക്ക് പോയിക്കാം. എത്ര ഉണ്ട് നോക്കാമല്ലോ. ഇതാ പ്യൂർ RKG എന്ന് പറയുന്നത് പശു നെയ്യ്. ഇതാ ഇനി ഇതിപ്പോൾ 1/2 ലിറ്റർ ഉണ്ട്. 1/2 ലിറ്ററും ബാക്കി ഒരു 200 മില്ലിയും കൂടി ഉണ്ടാവും. ഇതും നമുക്ക് ഒരു 3/4 ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഫുള്ളായിട്ട് കിട്ടി. ഇതിൽ 3/4 ഭാഗമുണ്ട്. ഇത്രയും നമുക്ക് എണ്ണ കിട്ടിയല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഇത് ഒന്ന് തണിയാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ രാവിലെ നമുക്ക് എടുക്കുമ്പോൾ ശരിക്ക് ഇത് സെറ്റായിട്ടുണ്ടാവും. അതിൻ്റെ വീഡിയോ കൂടി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച പശു നെയ്യ് ഉണ്ടല്ലോ, അത് ശരിയായിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. പിന്നെ ഇതാണ് നമ്മളുണ്ടാക്കിയ പശു നെയ്യത്. പിന്നെ നമുക്ക് ഇതിൽ ഫുള്ളും അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഒരു 3/4 ഭാഗവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ജസ്റ്റ് ഈ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് വിട്ടേക്കരുത്. എല്ലാവരും ഇത് ഒരാഴ്ചയെങ്കിലും നമ്മൾ കുറച്ച് പാല് വാങ്ങിച്ച് അതുപോലെ വൈകുന്നേരം ചൂടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. രാവിലെ എടുത്ത് അതിൻ്റെ പാട എടുക്കുക, അങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുക. അങ്ങനെ നമ്മൾ എന്താക്കുക, കുറച്ച് ഒരാഴ്ച കൊണ്ടുണ്ടാക്കുന്ന പാടയിലെടുത്തിട്ട് നമ്മൾ ഈ എണ്ണയാക്കി എടുക്കുക. അങ്ങനെ പശുവിൻ നെയ്യ് ഉണ്ടാക്കിയാൽ നമുക്ക് ശുദ്ധമായ പശുവിൻ നെയ്യ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയത് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.